കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലത് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീമതി ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ കല്ലട KG അലക്സാണ്ടർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ VNP കൈമൾ. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ഭർത്താവിൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും 2 മക്കള്, നിങ്ങളുടെ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഭർത്താവ്, നിങ്ങൾ 8 പേര്. നിങ്ങൾക്ക് ഈ ആ വീട് 8 പേര് ഞാൻ ഒറ്റപ്പെട്ടു. ശമ്പളം കിട്ടുമ്പോൾ ഞാൻ പോലും അറിയില്ല. അവരവരെ മക്കളെ വിളിച്ചും കൊണ്ടുപോയി പോകും. അപ്പം നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെ നിറവേറ്റിയിരുന്നു? അത് എൻ്റെ അമ്മ, ഞാൻ അമ്മയുടെ ഇങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു, ഫോൺ വിളിച്ചൊക്കെ പറയും. പിന്നെ കൊച്ചകായന് പിന്നെ ഗർഭിണിയൊക്കെ ആയിരുന്നപ്പോഴും അവരെന്നെ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയിട്ടില്ല. നിങ്ങൾ ഈ 1 മാസത്തിനിടയിൽ എത്ര പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ പോയി? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, അല്ലെങ്കിൽ അവർ ഓട്ടിക്കും എന്നെ. ഈ അമ്മാവി പോകും, വഴക്കുണ്ടാക്കി ഓട്ടിക്കും. എന്ത് പറഞ്ഞാൽ വഴക്കുണ്ടാക്കണേ? അവർ വഴക്ക് പറഞ്ഞ ഈ സ്ഥലത്തിൻ്റെ കാര്യവും അല്ലാതെയൊക്കെ. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ആ നാത്തൂനും ആ മകനും നിങ്ങളുടെ ഭർത്താവും ആ അമ്മയെ മാത്രമാണ് സേവിക്കുന്നത്. അമ്മയോടുള്ള അടുപ്പമാണ് നിങ്ങൾക്ക് പറ്റാതിരിക്കുന്നത്. അങ്ങനെയാണോ? കാര്യം എന്താന്ന് തിരക്കിയിട്ട് അടിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്തെങ്കിലും പറയുന്നുണ്ട്, അത് കാര്യം എന്താന്ന് ചോദിക്കാതെ അതിനെ ഉപദ്രവിക്കുമായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഈ 1 മാസം നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഹ ഉപദ്രവം ഉണ്ടായിരുന്നു? അടിക്കുകയൊക്കെ ചെയ്യും. ഏതായാലും 1 മാസം കഴിഞ്ഞ് നിങ്ങൾ എന്തിൻ്റെ പേരിലാണ്, എന്ത് വഴക്കിൻ്റെ പേരിലാണ് നിങ്ങൾ വീട്ടിൽ പോയത്? ഈ കുട്ടിക്ക് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള നല്ല പ്രാപ്തിയുള്ള ആളല്ലേ, വ്യക്തമായി ഉത്തരം പറയൂ. 1 മാസം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയി. പ്രസവകാലം മുഴുവനും നിങ്ങൾ അവിടെയായിരുന്നോ? വീട്ടിലായിരുന്നു. ഗർഭകാലം മുഴുവനും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നില്ല? അതിലെ ഇവർ വിളിച്ചോണ്ട് പോയില്ല. അത് നിങ്ങളെ വിളിച്ചോണ്ട് പോകാൻ നിങ്ങളെ ഇറക്കി വിട്ടതല്ലല്ലോ, നിങ്ങളെ കൊണ്ടുപോയി ആക്കിയതല്ലല്ലോ. കഥയല്ലിതു ജീവിതം. ആശുപത്രിയിൽ പ്രസവിച്ച് കുട്ടിയെ കാണാൻ ആരും വന്നില്ല? അന്ന് വന്നില്ല, എൻ്റെ പിറ്റേ ദിവസം വന്നിരുന്നു. അല്ല, പ്രസവിച്ചതിന് ശേഷം. എത്ര മണിക്കാ പ്രസവിച്ച്? നിങ്ങൾ പ്രസവിച്ച സമയം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സമയം വൈകുന്നേരമായിരുന്നോ രാവിലെ ആയിരുന്നോ? രാവിലെ പ്രസവിച്ച രാവിലെ ആയിരുന്നു. ഉറപ്പാണോ? ജാതകം നോക്കണോ? അല്ല, രാവിലെ ആയിരുന്നു. രാവിലെയാണ് അറിയിച്ചത്. അപ്പൊ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾ പ്രസവം അവര് വൈകിട്ടൊക്കെ ആയപ്പോ വന്നു. അന്ന് വൈകിട്ടേരം അവര് വന്നു. അന്ന് എന്നെ വിളിക്കാൻ വേണ്ടി, അവർ കൊണ്ടാക്കാൻ വേണ്ടി. ഞങ്ങൾ ഇത്ര ഇത് കാണിക്കാൻ പ്രസവിച്ച അന്ന് തന്നെ നിങ്ങളെ കൊണ്ടാക്കൂ? അല്ല, ഇത് കഴിഞ്ഞിട്ട് 1 മാസം വരെ ഞാൻ അവിടെ കിടന്നു. സ്റ്റിച്ച്. അപ്പൊ നിങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടിയെ കാണാൻ ആശുപത്രിയിലേക്ക് ആരും വന്നില്ല? വന്നില്ല. ഇതിനിടയ്ക്ക് വെച്ച് അന്ന് പ്രസവിച്ച അന്ന് വന്നില്ല? അന്ന് വന്നില്ല, പിറ്റേ ദിവസം വന്നു, കുട്ടിയെ കണ്ടു. എന്നിട്ട് അവര് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത്രയും ഇത് നോക്കാമെങ്കിൽ, അമ്മ പറഞ്ഞു ഇത്രയും നോക്കാമെങ്കിൽ, ഇത്രയും ഞാൻ ഒറ്റയ്ക്ക് എന്നെ നോക്കിയത്, അങ്ങനെ നോക്കാമെങ്കിൽ എനിക്ക് വീട്ടിലും കൊണ്ടുപോകാൻ അറിയാമെന്ന് പറഞ്ഞ് അമ്മ വേറെ ഓട്ടോ പിടിച്ച് എന്നെ. അത് നിങ്ങൾ 1 മാസം അവിടെ കിടന്നതിന് ശേഷം? അവിടെ കിടന്നതിന് ശേഷം. അപ്പം നിങ്ങൾ പ്രസവം കഴിഞ്ഞ പിറ്റേ ദിവസം അവരെ വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാൻ വന്നിട്ട് പിന്നെ ഈ 1 മാസം അവര് 1 ദിവസമാണ് വന്നത്. ആശുപത്രിയിൽ 1 ദിവസമാണ് വന്നത്. അതന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം വന്നത് അല്ലേ? ഉറപ്പാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം നിങ്ങൾ ആശുപത്രിയിൽ കിടന്നു എന്നാണ് നിങ്ങൾ പറയണത്, സ്റ്റിച്ചിന്റെ പ്രശ്നം കാരണം അല്ലേ? ആ 1 മാസത്തിനിടയിൽ പിന്നെ അവര് വന്നിട്ടില്ല. ഈ വരുന്നതിന്റെ തലേ ദിവസം എന്തോ വന്നു, ഞാൻ പറഞ്ഞില്ലേ മാഡത്തിന്റെ? വരുന്നതിന്റെ തലേന്ന് വന്നു. ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നത്. അത് അല്ല, അപ്പൊ ഈ 1 മാസം നിങ്ങൾ ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങളെ ഭർത്താവ് വിളിക്കേ? ഇല്ല. ഭർത്താവ് കുട്ടിയെ കാണാനും വന്നിട്ടില്ല? ഒരു ദിവസം ഒരേ ഒരു ദിവസം. പിറ്റേ ദിവസം വന്നത് അല്ലാതെ 1 ദിവസം? ഈ ഭർത്താവ് വന്ന 1 ദിവസം, അതായത് പ്രസവിച്ച പിറ്റേ ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടില്ല? 1 ദിവസം കൂടെ വന്നിട്ടില്ല? ഒരേ ഒരു ദിവസം.
അങ്ങനെ വരുമ്പം പൈസയൊക്കെ കയ്യിൽ എത്ര രൂപ തന്നു ഭർത്താവ്? അത് തന്നില്ല. വീട്ടിൽ വന്നപ്പോഴോ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞില്ലേ? തന്നെന്ന് പറയാൻ ഒരു 1000 രൂപ മാത്രം ഉണ്ടായിരുന്നു. ഇങ്ങനെ തന്നിട്ട് പോയി. പിന്നെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ഒരു മാസം വന്നിട്ടില്ല. പിന്നെ ആസ്പത്രിയിൽ നിന്ന് നിങ്ങൾ വിടുന്നതിന്റെ തലേന്ന് വന്നു. ആ തലേന്ന് വന്നത് ഈ അമ്മയും ആയിക്കോട്ടെ. അപ്പൊ നാളെ വിടുകയാണ് എന്നപ്പോ ഇന്നാണ് അവര് വന്നത് അല്ലേ? തലേന്ന് വന്നു. തലേന്ന് നിങ്ങൾ ആസ്പത്രിയിൽ നിന്ന് വിടുകയാണ് എന്ന് അവരെപ്പോ എങ്ങനെ അറിഞ്ഞത്? അമ്മയെ വിളിച്ചിരുന്നു. അമ്മ വിളിച്ചു പറഞ്ഞു നാളെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് അല്ലേ? വന്നിട്ട് ആസ്പത്രി ചെലവ് നോക്കാന്ന് പറഞ്ഞോ? ഇല്ല ഒന്നും ചെയ്തില്ല. നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് പോകാന്ന് അവര് പറഞ്ഞു. അപ്പോഴും അമ്മ പറഞ്ഞു ഇത്രയും നോക്കാമെങ്കിൽ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകാനും അറിയാന്ന് പറഞ്ഞു. അവര് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം നിങ്ങൾ ഓട്ടവും പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ പോയി. ഇല്ല പിന്നെ വീട്ടിലല്ലേ ഞമ്മൾ കൊണ്ടുപോയില്ല. അങ്ങ് കൊണ്ടുപോയില്ല. പിന്നെ എന്റെ വീട്ടിൽ പോയി. അതന്നെ നിങ്ങളുടെ അമ്മ ഓട്ടോറിക്ഷ പിടിച്ച് എന്റെ വീട്ടിലായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ പോയി. പിന്നെ നൂലുകെട്ട് 5-6 മാസം വരെ ഒരു വരെയൊന്നുമില്ലായിരുന്നു. നൂലുകെട്ടിന് വന്നില്ല. അഥവാ വന്നാൽ തന്നെ ഒന്നും കൊണ്ടുവരാൻ. നൂലുകെട്ടിന് വന്നില്ലേ? നൂലുകെട്ട് ഉണ്ടായില്ലേ? അന്ന് വന്നായിരുന്നു. നൂലുകെട്ട് വന്നു. നൂലുകെട്ടിന് അവരെന്താ കൊണ്ടുവന്നേ? കുട്ടിക്ക് ഇടാനുള്ളത് വല്ലതും കൊണ്ടുവന്നോ? സാധാരണ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് നൂലുകെട്ടിന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാ കൊണ്ടുവരണ്ടേ? ഇത് ഇവര് കൊണ്ടുവന്നത് കൊലുസ്, കൊച്ചിന് 2 കൊലുസ്, പെൺകുട്ടിയാ? മാല. മോളുണ്ട്. കൊലുസ് മാല പിന്നെ മോതിരം. കാതുകുത്തിയില്ലേ? ഇല്ല കാത് കുത്തിയില്ല. ഇപ്പോഴും കുത്തിയിട്ടില്ലേ? ഇപ്പോഴും കുത്തി. അന്ന് കുത്തിയിട്ടില്ല. അതിന് ശേഷം കുത്തി. 28-ന് കുത്തിയിട്ടില്ല. അന്ന് അവരിട്ടില്ലായിരുന്നു. കുത്തിയില്ലായിരുന്നു. അപ്പൊ വള, മാല, പാദസരം അത്രയും അവര് കൊണ്ടുവന്നു. നൂലുകെട്ട് കഴിഞ്ഞിട്ട് അവര് പോയി. ഊണ് കഴിച്ചോ? ബന്ധുക്കളൊക്കെ വന്നു ഊണുണ്ടായിരുന്നു. അവരെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പോയി. കൊണ്ടുവന്നതെല്ലാം സ്വർണ്ണമാണോ? അത് ഉറപ്പുണ്ടോ? ഇത്രയൊക്കെ പ്രശ്നമായിട്ട് നടന്നെന്നും പറയുന്ന അതിന്റെ ഇടയ്ക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നു എന്നും പറയുന്നു. അത് സ്വർണ്ണമായിരുന്നോ? വെള്ളിയായിരിക്കും. അല്ല അത് സ്വർണം തന്നെ. നിങ്ങളെ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഇട്ടു കുട്ടിക്ക്? ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാലയും മോതിരവും. അത് കഴിഞ്ഞിട്ട് 5-6 മാസത്തേക്ക് വന്നതേ ഇല്ല. സാധാരണ പ്രസവം കഴിഞ്ഞ 3-ാം മാസം ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടണ്ടേ? അത് വിട്ടോ? ഇല്ല ഇവർ വന്ന് കൊണ്ടുപോകണില്ല. അമ്മ പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞല്ല പിന്നെ എന്ത് നിങ്ങൾ കൊണ്ടുപോകാത്തേന്ന് പറഞ്ഞു. നിങ്ങൾ വന്ന് കൊണ്ടുപോയില്ലെങ്കിൽ അവളെ ഞങ്ങൾ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. കൊണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇവർ വിളിക്കാനൊന്നും വന്നില്ല. പിന്നീട് അമ്മ പറഞ്ഞ് ഞാൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം പറഞ്ഞു ഇത്രാം തീയതി ഞാൻ ഇവളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞില്ല, കൊച്ചിനെ തള്ളയെ അങ്ങ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കൊണ്ടുപോയി. ഒരാഴ്ച കഴിഞ്ഞില്ല. എന്നിട്ട് ഇവർ എനിക്ക് സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കി. എന്ത് സുഖമില്ല? എനിക്ക് തലയ്ക്ക് സുഖമില്ല എന്നും പറഞ്ഞുകൊണ്ട്. തലയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നും കൂടെ പറഞ്ഞോളൂ. വിഷമിക്കണ്ട. തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു കൊണ്ടാക്കി. അല്ല അങ്ങനെ അവര് പറയാനുള്ള വീട്ടിൽ ആരുമില്ലെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടാക്കി. വീട്ടിൽ ആരുമില്ലായിരുന്നു. അമ്മ പള്ളിയിൽ പോയിരുന്നു. നിങ്ങളുടെ അമ്മയോ പള്ളി പോവ്? എൻ്റെ അമ്മ പള്ളിയിൽ പോയിരുന്നു. നിങ്ങൾ ഹിന്ദുസാന്ന് പറഞ്ഞിട്ട്? ഇല്ല അത് അയാളെ വീട്ടുകാരാണ് ഹിന്ദുസ്. നിങ്ങള് ക്രിസ്ത്യൻസ് ആണോ? പിന്നെന്താ ജാതകം നോക്കി എന്നൊക്കെ പറഞ്ഞേ? ജാതകം അവർ ഹിന്ദുക്കളായതുകൊണ്ട് ജാതകം നോക്കി കിട്ടിയുള്ളൂ. അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ജാതകം കുറെ നോക്കി. എനിക്ക് എല്ലാം ഹിന്ദുക്കളായിരുന്നു. ഇവര് കൺവേർഷൻ നിങ്ങൾ കൺവേർട്ട് ചെയ്താണോ? ഇല്ല അമ്മ ക്രിസ്ത്യാനി, അച്ഛൻ ഹിന്ദു ആണ്. ഒരേ ഇത് തന്നെ. എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിലായിരിക്കുമല്ലോ നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലാന്ന് അവര് പറഞ്ഞത്. എന്തായിരുന്നു ഉണ്ടായത്? അന്നാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എല്ലാം. അന്നാണെങ്കിൽ എനിക്ക് പ്രത്യേക സ്നേഹമായിരുന്നു. എന്നിട്ട് പറഞ്ഞ് കടയിൽ നിന്ന് കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് നീ നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്
ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഏത് സ്ഥലത്ത് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ട് ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവരെ സഹോദരനുണ്ട്, സഹോദരനെ കൊണ്ട് എടാ നീ ഓടി വാ അവൾക്ക്. ആരുടെ സഹോദരൻ? ഇവർക്കൊരു സഹോദരനുണ്ട്. ആർക്ക്? ഈ ഇവിടെ അമ്മയ്ക്ക് വേറെ സഹോദരനുണ്ട്. കുറേ ഉണ്ട് ബന്ധുക്കള്, വേറെ സഹോദരൻ. ബന്ധത്തിൽ പറഞ്ഞ വാ. അയാളുടെ പേരെന്തോ ആണ്. ഇവര് പറഞ്ഞ നീ പെട്ടെന്ന് വാ, ഇവളിവിടെ കിടന്ന് ഭയങ്കര ബഹളമൊന്നും. ഞാനിതൊന്നും അറിയണില്ല. ഇവള് അപ്പം ഞാൻ വേറെ ആയിരിക്കും, ഇവള് ഭയങ്കര ബഹളമാണ്, നീ ഓടി വാ, ഇവളെന്നെ വെട്ടാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത്. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പം ഇവരടുത്തൊക്കെ ബന്ധുക്കളുണ്ട്, ഇവരെല്ലാവരും കൂടെ വന്നിട്ട് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോകണം. അപ്പോൾ എന്നിട്ട് ഞാൻ അമ്മേനെ ഫോൺ വിളിച്ചു. അമ്മ എന്താണെന്ന് അറിഞ്ഞൂടാ, എന്നെ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോകണം. നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞതിന് മുമ്പേ ഇവരെല്ലാവരും കൂടി ഒരു ഓട്ടോ പിടിച്ച് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവരങ്ങ് പോയി. എൻ്റെ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ് ഞാൻ വരണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ അവരെ വീട്ടിൽ പോണതിന് മുമ്പേ ഇവർ എൻ്റെ കൊച്ചിനെ വീട്ടിൽ ആരുമില്ലാത്ത ഇതെടുത്ത് കൊണ്ടാക്കിയിട്ട് പോയി. ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, അയാൾ ഇതെല്ലാം അടുത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സംഭവത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലോ, അനങ്ങില്ല, മിണ്ടിയിട്ടില്ല. അല്ല, ഭർത്താവ് ഈ സംഭവം ഉണ്ടായിരുന്നു. അയാൾ അല്ലെങ്കിൽ അവളെ എന്തിനു കൊണ്ടുപോകണം എന്നൊന്നും ചോദിച്ചില്ല. ഇയാളും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കാര്യമായിരിക്കും. എന്നിട്ട് മിണ്ടിയിട്ടില്ല. കൊച്ചിനൊക്കെ കൊണ്ടെടുത്ത് പോകണം. അപ്പോഴാണ് ഈ നാത്തൂന് പറയണം എന്നാ കൊണ്ടോടെന്നും പറഞ്ഞുകൊണ്ട് ആട്ടയിൽ കയറിയപ്പം പറയാണ് അങ്ങ് വിടെന്നും പറഞ്ഞുകൊണ്ട്. ഇത് നമുക്ക് ഒരു അവിശ്വസനീയമായിട്ട് തോന്നുന്നു. ഒരു വട്ടം രാവിലെ എണീറ്റിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മെന്റൽ ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇതിന്റെ പുറകിൽ ഏതോ നടന്നിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാനുണ്ടായ കാര്യം? കോവള സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇങ്ങനെ കൊണ്ടുവന്നല്ല, എന്നെ ഇങ്ങനെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കിയാണ് കോവളം സ്റ്റേഷനിൽ പരാതി. നിങ്ങൾ ആദ്യമായിട്ട് അന്നാണോ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്? അതിനു മുമ്പ് പരാതി ഒന്നും അതിന് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവളത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട്? അത് അന്വേഷിക്കാത്തതിൻ്റെ പേരിൽ ഈ പറഞ്ഞില്ലേ, ഈ സ്ത്രീധനത്തിൻ്റെ ഇതും പറഞ്ഞുകൊണ്ട് ഇവരെപ്പോഴും വഴക്കായിരുന്നു. ഈ സ്ഥലം വിൽക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊടുത്ത് അവിടെ നിന്ന് ഒത്തുതീർപ്പൊക്കെ ആക്കി വിട്ടതാണ്. അങ്ങനെ അമ്മ കൊണ്ട് കോവളം സ്റ്റേഷനിൽ ഇങ്ങനെ പരാതി കൊടുത്തു. അല്ല, ഇതിപ്പോ എന്താ ഒത്തുതീർപ്പ് എന്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ? ഒത്തുതീർപ്പാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഫാമിലി പ്രശ്നം തന്നെ. അപ്പോഴും പറഞ്ഞിട്ടാ നീ ഇനി മര്യാദയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഒരു പെങ്കൊച്ചാണ് എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് വിരട്ടിയൊക്കെ വിട്ട്. അതില്ല, ഫാമിലി പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ പറഞ്ഞുകൊണ്ട് അവിടെ പരാതി കൊടുത്ത പരാതി കിട്ടേണ്ട റിലീഫ് എന്തുവായിരുന്നു? അന്വേഷിക്കുന്നില്ല. അതോ സ്ത്രീ പീഡനം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അത് അന്ന് പറഞ്ഞത് അതന്നെ, അതും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീധനത്തിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണോ കൊടുത്തത് ആദ്യത്തെ കേസ്? അന്ന് നിങ്ങളുടെ വീട്ടിലായിരുന്നു? അന്ന് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പൊ ആ കേസ് കൊടുത്തത് എന്താ? എന്നെ അന്വേഷിക്കുന്നില്ല, സ്ത്രീധനത്തിന്റെ പേരിൽ എന്നെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ്, അവിടെ പോയി നിൽക്കാൻ പറ്റണില്ല, എന്നെ ഉപദ്രവിക്കുന്നു, അങ്ങനെയാണോ? അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെയാണ് കേസ് കൊടുത്തത്. ആദ്യത്തത്. അത് എന്ത് പറഞ്ഞാണ് ഒത്തുതീർപ്പായത്? ഏതൊക്കെ വ്യവസ്ഥകളിലാണ് ഒത്തുതീർപ്പായത്? അവിടെ നിന്ന് ഇനി ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ല നോക്കണം, അന്വേഷിക്കണം, ഇനി അടിക്കല് എന്നൊക്കെ ഉള്ളതിൽ. നിങ്ങൾക്ക് എന്താ ഒന്നും അറിയാത്തത് ഷൈനി? എനിക്കതാണ് മനസ്സിലാവാത്തത്. അതെ, അങ്ങനെയാണ്. അതെ, അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്. അല്ല, സംതിങ് ഈസ് ഹൈഡിങ് നമുക്ക് തോന്നുന്നത്. ഇച്ചിരി ആലോചിച്ചിട്ടിരുന്ന് പറയുക. എന്താന്ന് എനിക്ക് നിങ്ങളുടെ ഒരു സംസാരത്തിൽ ഒരു ഒഴുക്കില്ല, കൊഹിയറൻസ് ഇല്ല, യാതൊരു കൊഹിയറൻസും ഇല്ല. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയുന്നില്ല. പേടിച്ചിട്ടാണോ? ഇവിടെയുള്ള ഈ ചുറ്റുപാടുള്ള ഒരു പരിഭ്രമമാണോ? എന്താന്ന് എനിക്കറിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഷൈനി. മേഡം, ആദ്യം അന്വേഷിക്കാത്തതിൻ്റെ പേരിലാണ് ഈ അന്വേഷണം. ഇപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ആദ്യം മനസ്സിലാവാത്തൊരു കാര്യം. ചോറുണ്ട്, തിന്നാനുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അന്വേഷിക്കുന്നില്ല.
ഒന്നും കൂടി വ്യക്തമായിട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടിയെ ഇങ്ങനെ വഴക്ക് പറയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു പ്രതികരണം? അവരോട് ഉണ്ടാക്കാറുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ എതിർക്കാറുണ്ടായിരുന്നോ? അത് കുട്ടി വ്യക്തമായിട്ട് പറയണം. അതാണ് ചോദിക്കുന്നത്. കുറച്ച് വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഇയാള് അല്ല, ഒരു സെക്കൻഡ്, ഇയാൾ പറയുന്നത്, ഈ കുട്ടി പറയുന്നത് അവർ ആരും എന്നെ മനസ്സിലാക്കില്ല, എന്നെ അന്വേഷിച്ചില്ല, എനിക്ക് ഭക്ഷണം കോരി തന്നു, എൻ്റെ ഭർത്താവ് മിണ്ടിയില്ല. ഇയാൾ എന്തൊക്കെയാണ് അങ്ങോട്ട് സംസാരിച്ചിരുന്നത് എന്ന് പറയാമോ? ഇത് രണ്ടും കൂടെ അറിഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് തിരിച്ചുള്ള പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് ആണ് അറിയേണ്ടത്. വ്യക്തമായി ചോദിക്കുക. പിന്നെ ഞാൻ അവരുമായിട്ട് അത്ര അവര് ഉപദ്രവിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചിരുന്നു? ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചു പറയും. അവരോട് മറുപടി പറയുമായിരുന്നു എന്നാണ് ചോദിക്കുക. അമ്മയെ വിളിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. അമ്മയെ, അതാണ് ഇപ്പോഴത്തെ പ്രധാന വിഷയം. അപ്പം അമ്മ ഫോണിൽ കൂടെ വഴക്കൊക്കെ പറയും. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അമ്മ ആരോട് വഴക്ക് പറയും? ഇവരെ ഫോണിൽ വിളിച്ച് വഴക്ക് പറയും. അതിൻ്റെ ആ ഒരു ദേഷ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു കാര്യം. ഇനി അടുത്ത ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ വീണ്ടും അമ്മായിയമ്മയോടോ ആയാലും നാത്തൂനോടായാലും ഭർത്താവിനോടായാലും ഇങ്ങോട്ട് നിങ്ങളുടെ വഴക്ക് പറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചെന്താണ് മറുപടി പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. ഒരു ഇൻസ്റ്റൻസ് എങ്കിലും പറയും. അവർ പറയുമ്പോൾ ഞാൻ മറുപടി പറയുമായിരുന്നു. അതാണ് അറിയേണ്ടത്. മറുപടി പറയുമായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ നിന്നോണ്ടാണ് മേഡം ഇങ്ങനെ നിന്നത്. അല്ലെങ്കിൽ എന്നെ അവര് എല്ലാവരും ഒന്നാമത് ഒറ്റക്കെട്ട്. എങ്ങനെ നിന്നുകൊണ്ട്? ഞാൻ അവര് പറയുമ്പോൾ മറുപടി പറയണമുണ്ട്. ആ മറുപടി പറയുന്ന രീതികളിലാണ് ഈ ആശുപത്രിയിൽ പോയത് എത്താനുള്ളതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പൊ കുട്ടിയുടെ പ്രതികരണ രീതികൾ എങ്ങനെയായിരുന്നു? അത് അവരോടും വഴക്കിടാമായിരുന്നു, തിരിച്ച് മറുപടി പറയും. അതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മയെ വിളിച്ച് വഴക്ക് പറയും, അമ്മ ഉടനെ തന്നെ വിളിച്ച് ഇവരെ വഴക്ക് പറയും. ഇതൊക്കെ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അന്നത്തെ ദിവസം നിങ്ങൾക്ക് തലയ്ക്ക് സുഖവും ഇല്ല എന്ന് അവർ പറയുന്ന അന്ന് സംഭവിച്ചത് എന്താണ്? അതിന്റെ തലേന്ന് സംഭവിച്ചത് എന്താണ്? ഇവരെന്നെ ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ കൊണ്ടാക്കി. എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് രാവിലെ എണീറ്റ് അവർ നിങ്ങളോട് ഭയങ്കര സ്നേഹം കാണിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന്റെ തലേന്ന് എന്താ ഉണ്ടായേ? അവര് വിളിച്ച് പറയണം, എൻ്റെ അമ്മയടുത്ത് വിളിച്ച് പറയണം, ഞാൻ കൊച്ചിനടുത്ത് ടെറസിൻ്റെ മണ്ടയിലെടുത്ത് എറിഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ചിരിയും അട്ടഹാസവും എന്നൊക്കെ വിളിച്ച് എൻ്റെ അമ്മയടുത്ത് പറഞ്ഞു. എന്തിനാ കുട്ടി അങ്ങനെ ചെയ്തത്? ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കൊച്ചിപ്പം 3 ടെറസിന്ന് എടുത്ത് കളഞ്ഞു. അങ്ങനെ ചെയ്തോ? എനിക്ക് കൊച്ചു മരിച്ചു പോകില്ലേ ഇത്ര വലിയ? അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞോ? അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞോ ആരോടെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്തു കളയുമെന്ന് പറഞ്ഞോ? ദേഷ്യം? ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല. അതല്ല, നിങ്ങളുടെ ദേഷ്യത്തിന്റെ പുറത്ത് അമ്മായിയമ്മ എന്തെങ്കിലും പറഞ്ഞതിന്റെ പുറത്ത് അമ്മായിയമ്മോട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കൊച്ചിന്റെ അടുത്തോട്ട് അതിന്റെ ഒരു ആവശ്യമില്ല എനിക്ക്. അങ്ങനെ വല്ലതും ഉണ്ടായോ? അവർക്കല്ല നഷ്ടം, എനിക്കാണ് നഷ്ടം. അല്ല, അങ്ങനെ ഞാനും എടുത്ത് ചാടുന്നു പറയാലോ. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായോ? ഇല്ല, ഉണ്ടായില്ല. ശരി, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തലേന്ന് എന്താണ് ആ വീട്ടിലുണ്ടായത്? ഒന്നും ഇല്ലാതിരിക്കുന്ന നിങ്ങൾ 5-6 മാസം കഴിഞ്ഞിട്ട് കൊച്ചിനെയും നിങ്ങളെയും കൊണ്ടുപോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തലയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുവന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണമില്ലാതെ ആണോ ചെയ്തത്? 2 കാരണമാണ്. ഒന്ന് പറയുന്നത് രാവിലെ ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം സ്നേഹം ഇല്ലാതിരുന്നിരിക്കണമല്ലോ. അതുവരെയുള്ള വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി. തലേന്ന് വല്ലതും ആ വീട്ടിൽ സംഭവിച്ചോ? തലേന്ന് ഇവർക്ക് എങ്ങനെയാണെന്ന് അറിയാമോ, ഇവരിങ്ങനെ ഈ മന്ത്രവാദം അങ്ങനെയൊക്കെ ഉള്ള ഈ മന്ത്രവാദിയുടെ അടുത്തൊക്കെ പോകുമായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ എന്നെ കെട്ടാൻ നിന്ന പയ്യൻ മരിച്ചുപോയി. എന്നെ കെട്ടാൻ നിന്ന പയ്യൻ മരിച്ചു. നിങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നിശ്ചയിച്ചിരുന്നു? അത് ശരി. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇതാണ്, ഇവർ കാണിക്കുന്നതിൻ്റെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് അതിൻ്റെ അത് വെച്ച് ഭയങ്കരതാണ്. ഞാനിപ്പോ എനിക്ക് അയാളെ ആദ്യമേ ഒരു കല്യാണ നിശ്ചയം നടന്ന് ആ പയ്യൻ മരിച്ചുപോയി, പിന്നെയാണ് ഈ കല്യാണം നടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ അവരറിയുന്നത്? കല്യാണത്തിന് മുമ്പ് എല്ലാം അറിഞ്ഞ് തന്നെ കിട്ടിയത്. എല്ലാം പറഞ്ഞിരുന്നു, ഇയാളെല്ലാം പറഞ്ഞിരുന്നു. പിന്നീട് ഒരു സമയത്ത് ഇത് പറയാൻ പാടില്ല. ഞാൻ എല്ലാം പറഞ്ഞ് സമ്മതിച്ചിട്ടാണ് അവർ കിട്ടിയത്.
ഇതിലേതോ ഉണ്ട് സംതിങ് റോട്ടൻ ഇൻ സംവെയർ എൽസ്. അപ്പൊ എന്താ ഈ മന്ത്രവാദത്തിന്റെ കാര്യം പറഞ്ഞു വന്നത്? അല്ല അവര് ഇങ്ങനെ പോണ ആൾക്കാരാണ് അതുകൊണ്ട് അമ്മാവി. അപ്പൊ നിങ്ങളെ ബൃന്ദാവനം ചെയ്തു വല്ലതും? അങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഇങ്ങനെ ഉപദ്രവം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ അങ്ങനെയൊക്കെ അവർ കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ ആ ടെൻഷൻ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കല്യാണത്തിന്റെ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ത് ടെൻഷൻ ആയിരുന്നു? വേറൊന്നല്ല, ഇത് ഇയാള് മരിക്കുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. ഇതിന്റെ പേരിൽ അവർക്ക് സംശയം തോന്നത്തക്ക വിധത്തിൽ നിങ്ങളുടെ വല്ല പെരുമാറ്റ രീതി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ അറിവിലില്ല? ഇല്ല, എൻ്റെ അറിവിലില്ല. പക്ഷെ അവരിങ്ങനെയൊക്കെയാണ് പറയണത്. പൂർണ്ണമായിട്ടും സമ്മതത്തോടു കൂടിയല്ല നിങ്ങൾ ഈ കല്യാണം കഴിച്ചത്? ഉണ്ടായിരുന്നു. ആ പയ്യനോടുള്ള അത്രയും ഒരു ഇത് നിങ്ങൾക്ക് ഇയാളോട് തോന്നിയിട്ടില്ല? അങ്ങനെ തോന്നിയിട്ടില്ല. അതാണ് അതിന്റെ റീസൺ. അപ്പൊ അതിന്റെ പേരിൽ പല പ്രശ്നങ്ങളും നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ അവൾ കെട്ടാൻ നിന്നാൽ മരിച്ചു പോയതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അത് എല്ലാവരും മരിക്കുന്ന പതിവ് തന്നെ, അതിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത് ആലോചിക്കാൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനും വരാനും തുടങ്ങി. പിന്നെ എന്തുകൊണ്ടായി ഓർമ്മക്കുറവ് ഉണ്ടായി എന്ന് പറയാൻ കാരണം? കാരണം എന്ന് വെച്ചാൽ ആ കല്യാണ സമയത്ത് മാത്രം, അതിന് മുമ്പിലോ. ആ കല്യാണ സമയത്ത് എന്താ ഉണ്ടായി? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ, കഥയില്ലത് ജീവിതം, അമൃത TV, ഗാന്ധിനഗർ, വഴുതയ്ക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ: ജീവിതം@amrithatv.com.